ജീവിതത്തിൽ ചെറുതും വലുതുമായ അനേകം പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ആത്യന്തികമായി നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കപ്പെടുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആ നന്മയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് നന്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന യേശുനാഥനെയും നന്മയെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന ഫരിസേയരെയുമാണ്. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ ഉചിതമെന്ന് ചോദിക്കുമ്പോൾ നന്മയെ തന്നെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന, യേശുനാഥനെ തന്നെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന ഫരിസേയരെയാണ് നാം കാണുന്നത്. റോമാക്കാർക്കെതിരെ ലേഖനം 8:29 നാം വായിക്കുന്നത്, അവിടുന്ന് മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ അവിടുന്ന് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കിയെന്നാണ്. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകുവാനും ക്രിസ്തുവിനെ അനുകരിക്കുവാനുമാണ് എന്ന ഒരു സത്യത്തിലേക്കാണ്. എപ്രകാരം നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, അപ്പസ്തോല പ്രവർത്തനം 10:38 ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നന്മകൾ ചെയ്ത് ഗ്രാമങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. ക്രിസ്തുവിനെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി മാറുമ്പോഴാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി, ക്രിസ്തുവിനെ പോലെ ആകുന്ന, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരായി നാം എല്ലാവരും മാറുന്നത്. എന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും, ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം വിമുഖത കാണിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ലഭിക്കുവാനായിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മുടെ സമയവും ശ്രമവുമെല്ലാം നാം അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, നാം ആയിരിക്കുന്ന ഈ സമൂഹത്തെ നയിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻഡിവിജ്വലിസം, ഞാനിത് ചെയ്താൽ എനിക്കെന്താണ് ഗുണം എന്ന് ചിന്തിക്കുന്ന മനോഭാവമുള്ള ഒരു സമൂഹം. രണ്ടാമതായി ഹെഡോണിസം, എനിക്കിഷ്ടമുള്ളവ, എനിക്ക് സുഖം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പ്രവണതയുള്ള ഒരു സമൂഹം. മൂന്നാമതായി മിനിമലിസം, ഏറ്റവും കുറവ് ചെയ്ത് കൂടുതൽ തിരികെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിൽ നാം അംഗങ്ങളായിരിക്കെ നാം ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അപ്രകാരം നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ കഷ്ടത നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്നത് സത്യമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5:16 ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ നാം സൽപ്രവൃത്തികൾ ചെയ്ത് ക്രിസ്തുവിനെ പോലെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നിന്നും ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരായി മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എഫേഷ്യൻസ് 2:10 നാം വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ പോലൊരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിലും വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട്. എന്തുകൊണ്ട് നാം വചനത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകണമെന്ന് ചോദിച്ചാൽ, എഫേഷ്യൻസ് 1:13 പൗലോസ്ലീഹ പറയുന്നത്, സത്യത്തിൻ്റെ സദ്വാർത്തയായ വചനത്തിൽ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രിതരാകുന്നത് വചനത്തിൻ്റെ ശക്തിയിലാണ് എന്ന ബോധ്യത്തോടുകൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വചനത്തിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസുമില്ലാതെ നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി നമുക്ക് മാറാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നവരായി നാം മാറുന്നത്. ഈ ഒരു ബോധ്യവും നമുക്കുണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം ജീവിത വിശുദ്ധിക്കെതിരായി എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും നമുക്ക് ആവശ്യപ്പെടാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ സഹനങ്ങളും കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹനങ്ങൾ അനുഗ്രഹങ്ങളായി മാറ്റുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരിക്കൽ കൂടി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട്, കൂടുതൽ ഷെയർ ചെയ്യുവാനായി നിങ്ങളും പരിശ്രമിക്കുക. അങ്ങനെ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി
അനുഗ്രഹിക്കട്ടെ എന്ന നാമിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.